ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെജിറ്റബിൾ കോഫ്തയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയാണെങ്കിലും നല്ലതാണ്. അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. ഈ വെജിറ്റബിൾ കോഫ്ത നല്ല കുറിയ ചാറോട് കൂടിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിവിടെ ഒരു ക്യാരറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ്, കുറച്ച് സ്പ്രിംഗ് ഓനിയൻ, 2 തക്കാളിക്ക, 2-3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ വഷണയില, കുറച്ച് സ്പൈസസ്, എരിവുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, സവോള കുത്തിയരിഞ്ഞത്, ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നു. സ്പ്രിംഗ് ഓനിയന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. കുറച്ച് കശുവണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ബദാം ആവശ്യമുണ്ട്. ക്യാബേജും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് കോഫ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്തു. മുളക് പൊടി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഗരം മസാല കൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഉപ്പ് ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ക്യാരറ്റും ക്യാബേജും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓനിയനും ഉപ്പും മുളക് പൊടിയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 സ്പൂൺ മൈദയോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേ പരുവത്തിലാക്കിയെടുക്കാം. അതിനുശേഷം ഇതിൽ നിന്നും എടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ ഓരോന്നും എടുത്ത് ഉരുട്ടി മാറ്റി വെക്കാവുന്നതാണ്. ഇതിനകത്ത് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തു. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് സിമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. സിമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനിയും ചെയ്യേണ്ടത് നമ്മൾ ആ വറുത്ത അതേ തവയിൽ തന്നെ
നമ്മളെടുത്ത് വെച്ച പട്ട, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പൂ, നമ്മുടെ ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്നത് വലിയൊരു സവോള കൊത്തിയരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. തക്കാളിക്ക ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് സവോളയൊക്കെ ഒന്ന് വാടി വരണം. അത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റ് തവയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. അതിനുശേഷം അതിലേക്ക് എടുത്ത് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു. സവോള വഴട്ടിയത് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറേ സമയം നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തു. എരിവുള്ള മുളക് പൊടി നമ്മൾ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരുപാട് വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. കാരണം നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്, അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ബോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ബോളുകളെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വെച്ച സ്പ്രിംഗ് ഒനിയൻ അതും കൂടെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾ ബോളുകൾ പൊടിഞ്ഞു പോകാത്ത പോലെ പയ്യെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം. ചാറൊന്ന് കുറുകി വരണം. നമ്മൾ ചാറൊക്കെ കുറുകി നല്ലതുപോലെ കറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കോഫ്ത കറി നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള.